555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിന്നെ ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല, പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നു. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 6 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ 2 കാർഡ്സ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഫസ്റ്റ് എനർജി നോക്കാം. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ക്യാൻസർ ആണ്. പുഷ് ത്രൂ എനി ഇൻസെക്യൂരിറ്റി ആണ്. ഇൻഫിനിറ്റി സിമ്പിൾ ആണ് കിട്ടിയിട്ടുള്ളത്. ക്യാൻസറിന്റെ ആ ഒരു സോഡിയാക് സൈൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ പേഴ്സൺ വാട്ടർ സൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വാട്ടർ സൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അലൈൻമെന്റിൽ വാട്ടർ സൈൻ ആയിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത്. അതായത് മറ്റേ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആ ഒരു രീതി. ഓക്കെ, ഈ വ്യക്തി കംപ്ലീറ്റ്ലി എന്താ പറയാ, നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ആകെ ഒരു പുകമയം. നമ്മൾ പറയില്ലേ, ഇപ്പൊ മുന്നോട്ടുള്ള വഴി കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദൂരെ നിൽക്കുന്ന വ്യക്തിയെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ആകെ ഒരു പുകമയം, അല്ലെങ്കിൽ ഒരു വെള്ള പൂശിയതുപോലെ ആകെ ഒരു ബ്ലർ ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ക്ലിയർ അല്ലാത്ത രീതിയിൽ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സണ് ദൂരെ നിന്ന് നിങ്ങളെ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ നോക്കുക എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ദൂരെ നിന്ന് നിങ്ങളെ നോക്കുക, അങ്ങനെയല്ല. നിങ്ങളെ കുറിച്ചിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ആകെ ഒരു മൂടൽമഞ്ഞ് പോലെയാണ് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് ഈ പേഴ്സന്റെ ഇൻസെക്യൂരിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സോറി കേട്ടോ, പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാം. അപ്പോൾ ഒരുപാട് ആ പുകമയം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ആ ക്ലാരിറ്റി ഇല്ലായ്മ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇൻസെക്യൂരിറ്റിനെ തന്നെയാണ്. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഇഷ്ടമില്ലാത്ത, അത്രയും എന്താ പറയാ, അത്രയും സേഫ് അല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ എനർജിയിൽ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ മറികടന്നുകൊണ്ടും അതിനേക്കാൾ പുറത്തേക്ക് വരുവാനും ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പരിപൂർണമായിട്ടും പുറത്തേക്ക് വരാൻ ഇപ്പോഴും ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ ഈ പേഴ്സന്റേതായിട്ട് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഈ സെയിം എനർജിയിൽ തന്നെ നമുക്ക് നോക്കാം ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന്. ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപിയോ ആണ്. എഗെയിൻ വാട്ടർ സൈന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവസാന പാദം, ഇത് ആദ്യത്തെ പാദം ചന്ദ്രന്റെ, ഇത് അവസാന പാദമാണ് സ്കോർപിയോ. റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ മറഞ്ഞു കിടക്കുന്ന ചില നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിലുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ കാണാമറയത്ത് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളും ഇതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഈ പേഴ്സന്റെ എനർജി പ്രകാരം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തേക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. സോ എന്താണെന്ന് വെച്ചാല് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പോസിറ്റീവായിട്ട് മനസ്സ് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒരുപക്ഷെ ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് എടുത്തുചാട്ടം, ഇങ്ങനത്തെ സ്വഭാവമുള്ള പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി സമാധാനത്തിന്റെ ഒരു ഊർജത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് സമാധാനമായാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ പേഴ്സൺ എന്താണോ ചെയ്യുന്നത് അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്
കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പേഴ്സൺ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ മാനിഫെസ്റ്റേഷൻ. ഒരു പക്ഷേ ഇതുവരെ ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്ത വ്യക്തിയാണ് ഈ പേഴ്സൺ എങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, യാത്രകൾ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്യുക, പള്ളികൾ വിസിറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ പേഴ്സൺ വളരെയധികം വിഷ്വലൈസേഷൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുക, അതായത് നിങ്ങളായിട്ട് റിയൂണിയൻ സംഭവിക്കുന്നതായിട്ടും നിങ്ങളായിട്ട് കോംപ്രമൈസിലേക്ക് എത്തിച്ചേരുന്നതായിട്ടൊക്കെ വളരെയധികം മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ അത് ഓർത്തുകൊണ്ടായിരിക്കാം കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ഈ പേഴ്സൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകാം, അതിൽ ചേർന്നിട്ടുണ്ടാകാം, അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം. എന്തുകൊണ്ടോ ഈ പേഴ്സൺ ആ ഒരു ബ്ലർ ആയിട്ട്, ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നു. ഓക്കെ, എന്തായാലും സാഹചര്യത്തിന് പ്രത്യേകിച്ച് ക്ലാരിറ്റി ഒന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷന് പ്രത്യേകിച്ച് ക്ലാരിറ്റി ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു ഇരുട്ടറയെ തന്നെ ഇരുന്നോളാം, ഇരുട്ടത്ത് തന്നെ ഇരുന്നോളാം എന്നുള്ളൊരു മനോഭാവത്തിലല്ല ഈ പേഴ്സൺ ഉള്ളത്. ഇരുട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും വെളിച്ചത്തേക്ക് കടക്കണം എന്നുള്ള ആ ഒരു മനഃശക്തിയും താല്പര്യവും ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ വിധിയെ പഴിച്ച് പുറകിലേക്ക് പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. മനസ്സിലായോ? അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതായത് ഈ പേഴ്സന്റെ അവസ്ഥ എന്താണ്. 2 കാർഡ്സ് ആണ് ഇതിനും നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്, റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ഐശ്വര്യം കാരണം നിങ്ങൾ വളരെയധികം ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും അങ്ങനെ വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഗുണങ്ങളോ ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം. നിങ്ങൾ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ആൾക്കാര്, വേറെ ആരോടും നിങ്ങൾ ഉപദ്രവിക്കാനും പോകുന്നില്ല, എന്നാൽ അങ്ങനെ ആരെയും സഹായിക്കാനും പോകുന്നില്ല, സ്വന്തം കാര്യം നോക്കി പോവുക, പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോവുക. അങ്ങനത്തെ ഒരു അടങ്ങി ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരാൾക്കാരായിരുന്നു നിങ്ങൾ, അതായത് റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ. ഓക്കെ, ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതോടുകൂടി നമ്മൾ കേട്ടിട്ടില്ലേ, ചില എനർജികൾ തമ്മിൽ ചേരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കും. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും സംഭവിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കയറി ചെന്നപ്പോൾ ഈ പേഴ്സന് നല്ല രീതിയിൽ തന്നെ കാലചക്രം അനുകൂലമായിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അത്രയും കാലം ഈ പേഴ്സൺ അനുഭവിച്ചു കൊണ്ടിരുന്ന, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന പല പല കാര്യങ്ങൾ ഉണ്ടാകാം. അത് മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, സാമ്പത്തികപരമായിട്ടുള്ള ഇല്ലായ്മ, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വരവോട് കൂടിയാണ് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. അതായത് കാലചക്രം അനുകൂലമായി കറങ്ങുവാൻ നോക്കുക. ഓക്കെ, അതായത് ഇത്രയും കാലം ഈ പേഴ്സൺ ചെയ്തതെല്ലാം നേരെ എതിരായിരുന്നു. പക്ഷെ നിങ്ങളുടെ വരവോട് കൂടി, നിങ്ങളായിട്ടുള്ള ഹീലിങ്ങോട് കൂടി ഈ പേഴ്സന്റെ ലൈഫിലേക്ക് എല്ലാ കാര്യവും ഈ പേഴ്സന് അനുകൂലമായി വരാൻ തുടങ്ങി. ശുക്രയോഗം തുടങ്ങി, ശനി മാറ്റം സംഭവിച്ചു. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വർധനവ്, അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് ആണെങ്കിൽ അത് ഡള്ളായിരുന്നാണെങ്കിൽ അത് നല്ല രീതിയിൽ വർദ്ധിക്കാൻ തുടങ്ങി. ചിലപ്പോൾ നിങ്ങളെയും ഈ പേഴ്സന്റെ ബിസിനസ് പാർട്ട്ണർ ആക്കി, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഐഡിയാസ് ആയിരിക്കാം, നിങ്ങൾ കൊടുക്കുന്ന പലതരത്തിലുള്ള ഐഡിയാസ്, അഭിപ്രായങ്ങളൊക്കെ ഈ പേഴ്സൺ എടുക്കുന്നുണ്ടാകാം. ഈ പേഴ്സൺ അത് ഈ പേഴ്സന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാകാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളൊരു ദേവതയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ദേവനാണ്, ദൈവത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ ദൈവം അയച്ചതാണ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ പേഴ്സൺ അലട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിലും അങ്ങനെ ടോട്ടലായിട്ടുള്ള എനർജിയിൽ ഈ വ്യക്തിക്ക് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി എന്നാണ് കാണിക്കുന്നത്.
അതുപോലെ ജപ്തി, അല്ലെങ്കിൽ ലോൺ, ഭയങ്കരമായിട്ടുള്ള ലോൺ അതടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ സോൾവ് ആയി എന്നുള്ളത് കാണിക്കുന്നു. അത് നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം ഹീലായി തുടങ്ങിയത്. ഇവിടെ ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഏറ്റവും കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാല് മുജ്ജന്മത്തിലെ എന്തൊക്കെയോ കർമ്മത്തിന്റെ ഫലമായിട്ട്, അതായത് മോശപ്പെട്ട എന്തൊക്കെയോ കർമ്മത്തിന്റെ ഫലമായിട്ട് തിരിച്ചടികൾ ഈ പേഴ്സണ് നല്ല രീതിയിൽ നേരിടേണ്ടതായിട്ട് വന്നതായിട്ട് കാണിക്കുന്നു. അതായത് മുജ്ജന്മത്തിൽ ചെയ്തു പോയിട്ടുള്ള, അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ പേഴ്സന്റെ സോള് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളായിരിക്കാം. അതിന്റെ ഒരു തിരിച്ചടിയായിട്ട് അതൊരു കാർമിക് പാറ്റേൺ പോലെ ഇടക്കിടക്ക് ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്ന് നാശങ്ങൾ വിതച്ച് പോകുമായിരുന്നു. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ഈ പേഴ്സൺ ചെയ്ത് മുന്നോട്ട് കയറി വരുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആയി പോവുക, അല്ലെങ്കിൽ നശിഞ്ഞു പോവുക. ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ വരവോട് കൂടി എന്താന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി മാറി മറിയുകയാണ് ചെയ്തത്. ആ ഒരു പാസ്റ്റ് ലൈഫ്, മുജ്ജന്മത്തിൽ നിന്നുള്ള ആ ഒരു മോശപ്പെട്ട കർമ്മത്തിന്റെ ആവർത്തന പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് നിന്നുപോയി എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ എനർജി കൊണ്ടും നിങ്ങളുടെ ഹീലിംഗ് കൊണ്ടും സ്നേഹം കൊണ്ടും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ അങ്ങനെ ആ ഒരു മോശപ്പെട്ട കാർമിക് പാറ്റേൺ അവസാനിച്ചത്. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും പോയത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എപ്പോഴാണോ നിങ്ങളെ വേണ്ടാന്ന് വെച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിയത്, ആ നിമിഷം തൊട്ട് തന്നെ ആ ഒരു മോശപ്പെട്ട ആ ഒരു കർമ്മ ദുരിതം അത് മാറി നിന്നതായിരുന്നു നിങ്ങൾ. കാരണം നിങ്ങൾ പോയപ്പോൾ അത് വീണ്ടും ഈ പേഴ്സണെ വേട്ടയാടാൻ തുടങ്ങി എന്നാണ് കാണിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷെ പലവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യവും കൂടിയാണിത്. ഇതേ എനർജി തന്നെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചില ആൾക്കാർ പറയണ കേട്ടിട്ടില്ലേ, ഞാൻ കല്യാണം കഴിഞ്ഞതോടുകൂടിയാണ് ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വന്നതോട് കൂടിയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വന്നതോട് കൂടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു സുഹൃത്തിനെ കിട്ടിയതോട് കൂടിയാണ് എൻ്റെ ലൈഫ് പച്ച പിടിച്ചത് എന്നൊക്കെ ചില ആൾക്കാർ പറയില്ലേ. അതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനത്തെ രഹസ്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അത് പലവർക്കും അറിയില്ല. അത് ഇതുപോലെ നമ്മളെ പോലെ സ്പിരിച്വലി പോകുന്ന ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ആ ഒരു സെയിം കാര്യം തന്നെ വീണ്ടും തിരിഞ്ഞടിക്കാൻ, അല്ലെങ്കിൽ ആഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതാണ് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. കാലചക്രം പ്രതികൂലമായി സഞ്ചരിച്ചു തുടങ്ങി. ഇപ്പൊ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ്? ലോസ് ആണ്, അതായത് നഷ്ടമാണ്. ഓക്കെ, ഇതിന്റെ സെയിം എനർജിയിൽ തന്നെ നമ്മൾ ഒരു കാർഡും കൂടി എടുക്കുകയാണെങ്കിൽ ഇംപ്രിസൺമെന്റ് ആണ് കാണിക്കുന്നത്, പെർസിക്യൂഷൻ ആൻഡ് ജഡ്ജ്മെന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പെൺകുട്ടി അറിയാം, നമുക്ക് ഒരു ഇരുട്ടറയിലാണ് അല്ലേ, അവിടെ എലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ വേറെ ആൾക്കാരൊന്നുമില്ല, ആകെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അപ്പോ ഈ പേഴ്സൺ തന്നെയാണ് വിക്ടിം കാർഡായിട്ട് നിൽക്കുന്നത്. അതായത് തെറ്റുകാരൻ ഈ പേഴ്സൺ ആണ്, തെറ്റ് ചെയ്തത് ഈ വ്യക്തിയാണ്, ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആദ്യമൊക്കെ ഈ പേഴ്സൺ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മറ്റു പലവരും പറയുന്നത് കേട്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടൊക്കെ നോക്കി. പക്ഷെ നടന്നില്ല, അതൊന്നും വിജയിക്കുന്നില്ല. അവസാനം ഈ പേഴ്സണ് മനസ്സിലായി, നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ അത് പോസിറ്റീവായിട്ട് വരണം, നിങ്ങളുടെ അനുഗ്രഹം വേണം, നിങ്ങളുടെ സാന്നിധ്യം വേണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കും തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്, ദൈവങ്ങളും കാലചക്രവും എല്ലാം തന്നെ ഈ വ്യക്തിക്കെതിരാണ്, ഈ വ്യക്തിയെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന കൂട്ടുകാര് ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം അവർക്ക് കൊടുത്തിട്ടുണ്ടാകാം. കൂട്ടുകാര്, നാട്ടുകാര്, വീട്ടുകാര്, ഇതുവരെ ഇല്ലാത്ത ബന്ധുക്കള്, ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കള്, ഇതെല്ലാം തന്നെ ഈ പേഴ്സന്റെ കൂടെ ഇപ്പം ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ പോയപ്പോൾ തന്നെ ഈ പേഴ്സന് കംപ്ലീറ്റ് ആയിട്ടുള്ള കാലക്കേട് തുടങ്ങി. അത് ഫിസിക്കൽ പരമായിട്ടാണെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം, കുറ്റബോധം, ഉറക്കമില്ലായ്മ, സമാധാനമില്ല, ആരോ കഴുത്തിന് കയറി പിടിക്കുന്ന പോലെയൊക്കെ തോന്നിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ പുറമെ പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ പോലും ഈ പേഴ്സൺ സമ്മതിച്ച് തരണമെന്നില്ലായിരിക്കാം. ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ട്.
അപ്പൊ ഇതിൽ നിന്നും പുറത്തേക്ക് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുമോ? അത് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഇതാണ് വിധി എന്ന് പറഞ്ഞ് ഈ പേഴ്സൺ ഇവിടെ നിൽക്കുമോ? എന്ത് തീരുമാനമാണ് ഈ പേഴ്സൺ എടുക്കാൻ പോണത്? പ്രശ്നങ്ങളെ മറികടക്കുമോ, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുടെ ഉള്ളിൽ തന്നെ നിന്ന് മുങ്ങിപ്പോകുമോ? നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്പർ 14 ആണ്. 7:7 14. ഇതൊരു ബാലൻസിങ് എനർജിയാണ്. വി ക്യാൻ സേ ദാറ്റ് റൈറ്റ് ദ വേ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ വളരെ ശക്തമായിട്ട് തന്നെ വലിയൊരു എന്താ പറയാ തിരമാലകളാണ് കടലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരമാലകളെയും മറികടക്കുന്ന രീതിയിലാണ് ഈ രണ്ട് എന്താ പറയാ ഡോൾഫിൻ അല്ലെങ്കിൽ ഒരു മീൻ, ഓക്കെ, അത് അതിനേക്കാൾ മുകളിലാണ് എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, അതായത് നീന്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നത് ഈ ഒരു തിരമാലകളാണ്. ഈ ഒരു മീനെ സൂചിപ്പിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയുമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് ഈ പേഴ്സൺ ഉറപ്പായിട്ടും ശ്രമിക്കും, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. നിങ്ങളുമായിട്ടും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ വ്യക്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ലത്. ഈ വ്യക്തിക്ക് മാത്രമല്ല നിങ്ങൾക്കും നല്ലത് വരണമെങ്കിൽ ഈ പേഴ്സന്റെ സാന്നിധ്യം കൂടിയേ തീരൂ. അതുമാത്രമല്ല നിങ്ങൾ രണ്ടുപേരും കൃത്യമായിട്ടുള്ള പാതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം കൂടി ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു. പലപ്പോഴും ഈ പേഴ്സന് തോന്നിയിട്ടുണ്ടാകാം, അതായത് ഇപ്പോ സാമ്പത്തികപരമായിട്ടും കുറെ കാര്യങ്ങളിൽ വളരെയധികം അഭിവൃദ്ധിയും വിജയവും വന്നു തുടങ്ങിയപ്പോ ഈ പേഴ്സന്റെ പൊട്ടബുദ്ധിക്കോ അഹങ്കാരത്തിനോ ചില തോന്നലുകൾ തോന്നിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളെക്കാൾ അനുയോജ്യമായിട്ടുള്ള വേറെ ആരെങ്കിലും കിട്ടുമെന്നോ, നിങ്ങളെക്കാൾ ക്വാളിറ്റി കൂടിയിട്ടുള്ള പണം കൂടിയിട്ടുള്ള വേറെ ആരെങ്കിലും കിട്ടുമോ എന്നുള്ള ചിന്തകളിലോട്ടൊക്കെ ഈ പേഴ്സന്റെ മനസ്സ് ചാടി പോയിട്ടുണ്ടാകാം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിലേക്കൊന്നും ഈ പേഴ്സൺ പോകുന്നില്ല. അന്ന് ആ വിചാരിച്ചതെല്ലാം മണ്ടത്തരമാണെന്നും നിങ്ങളായിട്ടുള്ളത് തന്നെയാണ് റൈറ്റ് പാത്ത് എന്നും ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് പാത്തില്, അതായത് കറക്റ്റ് ആയിട്ടുള്ള പാത, ശരിയായിട്ടുള്ള പാതയിൽ മുന്നോട്ട് പോയപ്പോൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ പ്രശ്നങ്ങളുടെ കൊടുമുടിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൽ നിന്നും എല്ലാം തന്നെ മറികടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇനി ഈ ഒരു റീഡിങ്ങിന്റെ ഫൈനൽ ഔട്ട്കം നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഈ പേഴ്സന്റെ കാര്യത്തിലാണെങ്കിലും ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഇതിലാണെങ്കിലും എന്താണ് നമുക്ക് യൂണിവേഴ്സ് ഫൈനലൈസ് ചെയ്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്? നമുക്ക് കിട്ടിയിട്ടുള്ളത് കമ്മിങ് ടു ലൈഫ് ആണ്. കമ്മിങ് ടു ലൈഫ് എന്ന് പറയുന്നത് പോലും വി ക്യാൻ സേ ദാറ്റ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു തുടക്കം ജീവിതത്തിൽ തുടങ്ങണമെന്ന്. അത് സാധാരണ രീതിയിലുള്ള ഒരു തുടക്കമല്ല, സ്വഭാവപരമായിട്ടാണെങ്കിലും മനസ്സിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും സ്വപ്നങ്ങള്, ഐഡിയാസ്, പ്രവർത്തികള്, മാനിഫെസ്റ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുതുക്കി കൊണ്ടുവരണമെന്നും ചിന്തകളാണെങ്കിൽ പോലും വളരെയധികം പക്വതയോടുകൂടി ചിന്തിക്കുവാനും അതുപോലെ സ്വഭാവ പ്രകൃതം കാണിക്കുവാനും നിങ്ങളുമായിട്ട് കൂടിച്ചേരുവാനും എല്ലാത്തിൽ തന്നെ ഈ പേഴ്സൺ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തമായിട്ടുള്ള ന്യായീകരണമാണ്. ഞാൻ ചെയ്യുന്നതാണ് ശരി, എൻ്റെ ഭാഗത്താണ് ശരി, ഞാൻ പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശരി, ഇങ്ങനത്തെ ഒരു ചിന്തയിലാണ് ഈ പേഴ്സൺ നടന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രാധാന്യം തരികയോ നിങ്ങളുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുകയോ ഒന്നും തന്നെ ഈ പേഴ്സൺ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ തീർത്തും ആ ഒരു ലൈഫിലേക്ക്, നിങ്ങളായിട്ടുള്ള ജീവിതത്തിലേക്ക് വരണം, നിങ്ങളായിട്ടുള്ള ജീവിതമാണ് ജീവിതം എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ട് ചില പ്രധാനപ്പെട്ട തയ്യാറെടുപ്പുകളാണ് ഈ പേഴ്സൺ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിലായാലും മനസ്സ് പോസിറ്റീവായി വെക്കുന്നതിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരെ കൂട്ടുകൂടുന്ന കാര്യമാണെങ്കിലും സ്വഭാവം, ചിന്താഗതി, ശുഭാപ്തി വിശ്വാസം, ആഗ്രഹങ്ങള്, അങ്ങനെയെല്ലാം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോലും ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ, മിസ്റ്റേക്ക് എന്താണോ അത് തിരുത്താനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ ടോട്ടൽ എനർജിക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനായി തുടക്കം കുറിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
സ്വയം തെറ്റ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം സ്വന്തമായിട്ട് ചെയ്യുന്നത് തെറ്റാണ് എന്നറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് സ്വന്തമായിട്ട് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്തി അത് തെറ്റാണെങ്കിൽ തിരുത്തുവാനും ശരിയാണെങ്കിൽ അതൊന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് ഒന്നും കൂടി ചെയ്യാൻ പ്രേരണയാവുന്നതുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കാര്യം. അതിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. സ്മൈൽ, ചിരിക്കുക. നിങ്ങളുടെ ചിരി ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കാം. കണ്ണുകൾ സ്പെഷ്യൽ ആയിരിക്കാം, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ. ശബ്ദം കിട്ടിയിട്ടുണ്ട്. ബോഡി ഷേപ്പ് 696 969 ഏഞ്ചൽ നമ്പർ ആണ്. 888 1212 669 996 ഏഞ്ചൽ നമ്പർ ആണ്. ഫോർഹെഡ്, തിരുനെറ്റി വളരെയധികം സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു. 444 699 966 ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയണം. സോ പോസിറ്റീവായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.